ഹലോ ഗേയ്സ് മക്കളെ, എന്നൊക്കെ വർത്തമാനം സുഖമല്ലേ? അപ്പോൾ നമ്മളെ നോർത്ത് സ്റ്റേഷനിലുണ്ട് തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് റിട്ടേൺ തിരിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ട്രെയിന് 9:30 പറഞ്ഞേക്കണേ. പോയോക്കട്ടെ എന്താ പാടുന്ന്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോണത്. അപ്പോൾ അങ്ങനെ മേലൊക്കെ പോയാൽ ഒന്ന് ബാക്ക് സൈഡ് കൂടെയാണ് വരുന്നത്. അപ്പം ഫ്രണ്ടിൽ പോയിട്ട് വേണം അന്വേഷിക്കണമെങ്കിൽ എപ്പോഴൊക്കെ ട്രെയിന് വരണേ പോണ് എന്താണെന്നൊക്കെ ഉള്ളത്. ലിഫ്റ്റ് വഴി പോയ ഇവിടെയാണ് 5 പ്ലാറ്റ്ഫോം ഉണ്ട്, 6 ഉണ്ടല്ലേ. ആരെങ്കിലും ട്രെയിന് ബാക്ക് എടുക്കണുണ്ടെങ്കിൽ അതാണ് ട്രെയിന് ബാക്ക് എടുക്കണം കേട്ടോ. തീവണ്ടി ഇതാ ബാക്ക് എടുത്ത് വരണേ. വേറെ തല കൊളത്താൻ പോവുക തോന്നുന്നത്. തീവണ്ടി ബാക്ക് എടുക്കുന്ന പറയണ അപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം പോയാക്കട്ടെ, കൗണ്ടറിൽ പോയാക്കട്ടെ. അപ്പോൾ ട്രെയിൻ ഇവിടുന്ന് എടുക്കുന്ന ട്രെയിനുണ്ട്, നല്ല കാലിയേക്കാരം. ഏതായാലും ടിക്കറ്റ് ഒന്ന് അടിച്ചു നോക്കട്ടെ. എത്രയാണ് എ സിക്ക്? എത്രയാണ്? 2 ടിക്കറ്റ് അടിക്കാം ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് അതിന് സമയമുണ്ടല്ലോ, 9:30 ട്രെയിന്. അപ്പോൾ പുറത്തിറങ്ങി പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കണം. മഗ്‌രിബൊക്കെ നിസ്കരിച്ച് റെഡിയായി നിൽക്കാമല്ലോ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു പള്ളി കണ്ടത് മക്കൾ. എന്താ ഒരു ചെറിയ പള്ളി, ഒരു ഉള്ളേരിയയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു തന്ന ഈ പള്ളി. അപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ മൈക്കില്ല, ഒന്നുമില്ല. എന്താ സ്ഥിതി? തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഒരു മൊയിലേരും ഞാനും മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ആരും അവിടെ വന്നിട്ടില്ല. എന്താ പള്ളിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഒരു ആസാമിലുള്ള മൊയിലേരാണ് നിൽക്കുന്നത് പള്ളിക്ക്. ഇതെന്തെങ്കിലുമൊക്കെ റെഡിയാക്കണമെന്നൊക്കെ ചോദിച്ചു നോക്കണം ഇൻഷാ അല്ലാഹ്. ആരും അത് നോക്കാനൊന്നുമില്ല. ഇതാരും അവിടെയും ഇവിടെയൊക്കെ പള്ളി കോടികളത് ഉണ്ടാക്കുമ്പോൾ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പള്ളി ശരിയായി കൊടുക്കാൻ ആരും ഇല്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു പുറത്തിറങ്ങി. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. ടിക്കറ്റ് 7 മണിക്ക് ശേഷം കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളും ഒക്കെ അപ്പോൾ എ സിയിൽ കയറിയിരിക്കുന്നില്ലെങ്കിൽ ആയി പറഞ്ഞ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് 30 റുപ്യ 1 മണിക്കൂറിന് ടിക്കറ്റ് എടുത്തു. പുറത്ത് KSRTC ഒരു സംഭവം. എടുക്കുവാണെങ്കിലും തുച്ഛമായ പൈസയിൽ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ പോവാം. അപ്പോൾ ഒരു ഹോട്ടൽ, നല്ലൊരു ഹോട്ടലുണ്ട് പറഞ്ഞു അവിടെ അടുത്ത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ പുറത്തല്ല ദോശ കണ്ടിട്ട്, തട്ട് ദോശ ആംപ്ലേറ്റ് അതിൻ്റെ മേലെ അടിച്ചിട്ടുള്ള പരിപാടി. അപ്പോഴത്തെ ഒരു ഹോട്ടൽ അവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അവിടെ പോയേക്കിയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുട്ടികൾക്ക് ചെറിയ ഇതായി, വലിയ ഉഷാറ് തോന്നിയില്ല. നല്ല പൊരിച്ച കോഴി ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. അപ്പോൾ ബിരിയാണി എടുക്കാൻ പറഞ്ഞതല്ലോ, ഒരു ബിരിയാണി എടുത്ത് സാമ്പിൾ നോക്കിയതാണ്. എന്താ പാടെന്ന് അറിയണ്ടേ. അപ്പോൾ അവിടെ വെള്ളം ഇല്ലാത്ത കാരണേ വെള്ളം കുപ്പി കൊണ്ടാവാൻ മറക്കും ചെയ്തു. തൽക്കാലം ചോറ് മുടങ്ങി വിട്ട് അവിടുത്തെ വെള്ളം കുടിച്ചില്ല. പുറത്തുനിന്ന് മിനറൽ വാട്ടർ കൊണ്ടുപോകാൻ മറക്കും ചെയ്തു.